Dear my students, welcome to our English class. This is the fourth part of the scholarship jacket. Selena's Martha. മാർത്ത എന്ന പെൺകുട്ടി 8th ഗ്രേഡ് ഗ്രാജുവേഷന് വേണ്ടി പഠിക്കുന്നു. എല്ലാ ഗ്രേഡിലും, that means first to 8th, straight A standard student ആണ്. She is deserving to get the scholarship jacket, the prestigious reward of the school. ആ സ്കൂളിൻ്റെ അന്തസ്സായ അഭിമാനമായ കുട്ടിയാണവൾ. അവൾക്ക് തന്നെയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കേണ്ടത്. അവളാണ് അർഹം. എന്നാൽ മറ്റേതോ ഒരു കുട്ടിക്ക്, ധനികൻ്റെ, ഫിനാൻഷ്യലി സൗണ്ട് എന്ന് പറയാം, ഫിനാൻഷ്യലി സൗണ്ട് വെൽത്തി ആയ ഒരു കുടുംബത്തിലെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ആ സ്കൂളിലെ അധ്യാപകർ, ബോർഡ് ആൻഡ് മാനേജ്മെൻറ്റ് അടക്കം ഈ കുട്ടിയെ ഡിസ്ക്വാളിഫൈ ചെയ്യാണ്, ഫാൾസിഫൈ ചെയ്യാണ്. തെറ്റായിട്ട് മാർക്ക് കുറച്ചിട്ട് അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് വേണ്ടി അതിനെ പോളിസി ചേഞ്ച് വരുത്തുന്നു. ഈ വർഷം വരെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആണ്, ഫ്രീ. ഈ വർഷം പറയുന്നു അതിന് ഫീ ഉണ്ടെന്ന്. $15, $15, ആൻഡ് അൺബെയറബിൾ ടു ദറ്റ് ഫാമിലി. ആ കുടുംബത്തിന് അത് താങ്ങാനാവില്ല എന്ന് മാത്രമല്ല, ദേ കാൺട്ട് എക്സ്പെക്റ്റ് ഇറ്റ്. അങ്ങനെ ഒരു സംഭവം $15 കൊടുത്ത് ഒരു കാര്യം ആ ചെറു വീട്ടിൽ നടത്താൻ കഴിയില്ല. അതറിയാം സ്കൂൾ മാനേജ്മെൻറ്റിന്. എന്നിട്ട് അത് നടപ്പാക്കി കിട്ടാൻ വേണ്ടി പ്രിൻസിപ്പൽ തന്നെ നമ്മുടെ മാർത്തയോട് പറഞ്ഞു, നീ സ്കോളർഷിപ്പ് ജാക്കറ്റിന് അർഹയാണ്. ഈ വർഷം മുതൽ ചേഞ്ച് ഓഫ് പോളിസി ഉണ്ട്. അതുകൊണ്ട് യു ഹാവ് ടു പേ $15. ആൻഡ് ഷീ ഗോട്ട് ഷോക്ക്ഡ്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. അവളാകെ തകർന്നു പോയി. ആൻഡ് ഷീ ഗോസ് ടു ഹർ ഹൗസ്. യെസ്, സ്റ്റാൻഡിങ് വിത്ത് ആൾ ദ ഡിഗ്നിറ്റി ഐ കുഡ് മസ്റ്റർ. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ നിന്നുകൊണ്ട്, എല്ലാ അന്തസ്സും കാത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ. സർ, ഞാൻ മുത്തശ്ശനോട് സംസാരിക്കട്ടെ എബൌട്ട് ഇറ്റ് ആൻഡ് ലെറ്റ് യു നോ. ഞാൻ താങ്കളെ നാളെ അറിയിക്കാം, ടുമാറോ. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം ഫ്രം ദി ബസ് സ്റ്റോപ്പ്. ബസ് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന ദൂരമത്രയും ഞാൻ കരഞ്ഞു. ദ ഡെർട്ട് റോഡ് വാസ് ക്വാർട്ടർ മൈൽ ഫ്രം ദ ഹൈവേ. പൊടിപിടിച്ച റോഡ് 1/4 നാഴിക നീളത്തിലുണ്ട് വീട് എത്താൻ. ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഹൗസ് ആൻഡ് ദ ബസ് സ്റ്റോപ്പ് ഈസ് 1/4 of a mile, a quarter of a mile. So, by the time I got home, ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും, ബൈ ദ ടൈം, ആ സമയത്തേക്ക്, ഐ ഗുഡ് ഹോം, ഞാൻ വീട്ടിലെത്തിയ നേരത്തേക്ക്, ആ സമയമായപ്പോഴേക്ക്, മൈ ഐസ് വേർ റെഡ് ആൻഡ് പഫി. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു, കലങ്ങിയിരുന്നു. ദറ്റ് ഈസ് പഫി, PUFFY, ഫേഡഡ് ഓർ ഡിസ്കളേർഡ്. കണ്ണ് കലങ്ങിയിരുന്നു കരഞ്ഞിട്ട്. വെർ ഈസ് ഗ്രാൻഡ്പ? ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ. എവിടെ മുത്തശ്ശൻ? ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു. ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ഫ്ലോർ. സോ ഷീ വുഡൻറ്റ് ആസ്ക് മീ വൈ ഐ ഹാഡ് ബീൻ ക്രൈയിങ്.
ഞാൻ താഴോട്ട് നോക്കിയാണ് സംസാരിച്ചത്. ഷീ വാസ് ലുക്കിംഗ് ഡൗൺ. വൈ? ഷീ വാണ്ടഡ് ടു ഹൈഡ് ഹർ ഫേസ് ഫ്രം ഹർ ഗ്രാൻഡ്മ. ആൻഡ് പെർഹാപ്സ് ഗ്രാൻഡ്മ വുഡ് ആസ്ക് ഹർ, വൈ ഡിഡ് യു ക്രൈ? മോളെ, എന്തിനാ നീ കരഞ്ഞത്? ഇത് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് നോക്കിയാണ്, മുഖം ഉയർത്താതെയാണ് എൻ്റെ മുത്തശ്ശിയോട് സംസാരിച്ചത്. ഷി വാസ് യൂയിങ് ഓൺ എ കിൽറ്റ് ആസ് യൂഷ്വൽ ആൻഡ് ഐ ഡിഡൻറ്റ് ലുക്ക് അപ്പ്. പതിവ് പോലെ അവർ അന്നും ആ സ്വർണ്ണ ഗിറ്റുള്ള തുണി തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വയലിലേക്ക് നടന്നു. ഐ തിങ്ക് ഹീ ഈസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദ ബീൻ ഫീൽഡ്. എനിക്ക് തോന്നുന്നു നിൻ്റെ മുത്തശ്ശൻ വയലിലുണ്ടെന്ന്. ഐ വെൻറ്റ് ഔട്ട്സൈഡ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ ഫീൽഡ്സ്. ഞാൻ പുറത്തു നിന്നു, വിശാലമായ വയലിലേക്ക് നോക്കി. വെർ ഹി ഈസ്, എവിടെ എൻ്റെ മുത്തശ്ശൻ? ദർ ഹി വാസ്, അതാ മുത്തശ്ശൻ അവിടെ. ഐ കുഡ് സീ ഹിം, എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റി. വാക്കിംഗ് ബിറ്റ്വീൻ ദ റോസ്, പയർ പാടത്തെ വരമ്പിലൂടെ, പയർ നിരകൾക്കിടയിലൂടെ അദ്ദേഹം നടക്കുകയാണ്. ഹിസ് ബോഡി ബെൻഡ് ഓവർ ദ ലിറ്റിൽ പ്ലാന്റ്സ്. അദ്ദേഹം കുനിഞ്ഞു നിന്നുകൊണ്ട് എന്തോ പണി ചെയ്യുന്നു. HOE സ്മോൾ ടൈപ്പ് സ്പേഡ്, പടന്ന, ചെറിയതരം ഒരു പടന്ന, നീളൻ കാലുള്ള ചെറിയ മെറ്റാലിക് ഫോമുള്ള ഒരു പടന്ന കൊണ്ട് അദ്ദേഹം ഇങ്ങനെ മാന്തി അവിടെ പണിയെടുക്കുകയാണ്. ദാറ്റ് ഹൂ ഇൻ ഹിസ് ഹാൻഡ്. ഐ വർക്ക്ഡ് സ്ലോലി ഔട്ട് ടു ഹിം. ഞാൻ സാവധാനം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ട്രൈങ് ടു തിങ്ക് ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക്. എങ്ങനെയാണ് ഞാൻ മുത്തച്ഛനോട് ചോദിക്കേണ്ടത്? ഫോർ ദി മണി. ഐ നോ ദർ ഈസ് നോ മണി അറ്റ് ഓൾ. പണമില്ല എന്ന് എനിക്കറിയാം. എങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുക? എന്നാലും ചോദിക്കുകയാണ്. ദർ വാസ് എ കൂൾ ബ്രീസ്. ഒരു ഇളം കാറ്റ് വീശി. ബ്ലോയിങ്, കാറ്റ് വീശുന്നു. ആൻഡ് എ സ്വീറ്റ് സ്മെൽ ഓഫ് mesquite, MESQUITE. A kind of sweet smelling fruit, flower and fruit. സുഗന്ധമുള്ള പൂക്കൾ, സുഗന്ധമുള്ള പഴം. അവരുടെ നാട്ടിൽ വിളയുന്ന ഒരു തരം പഴം, അതാണ് മെസ്കേറ്റ് ഫ്രൂട്ട് ഇൻ ദ എയർ. മെസ്കേറ്റ് ഫ്രൂട്ടിന് നമ്മൾ പറയാറില്ലേ, മാമ്പഴത്തിൻ്റെ മണം തങ്ങി നിൽക്കുന്ന ഇളങ്കാറ്റ് എന്നൊക്കെ പറയും പോലെ ഇവിടുത്തെ മെസ്കേറ്റ് ഫ്രൂട്ടിൻ്റെ മണമുണ്ട് കാറ്റിന്, ഇൻ ദ എയർ. ബട്ട് ഐ ഡിഡൻറ്റ് അപ്രീഷിയേറ്റ് ഇറ്റ്. പക്ഷെ എന്തുകൊണ്ടോ എനിക്കത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. I kicked at a dead clod. ഞാൻ അവിടെ കണ്ട ഒരു ഡെഡ് ക്ലോഡ്, എ ലംപ് ഓഫ് സോയിൽ, ഒരു മൺകട്ടയിൽ ചാവിട്ടി എൻ്റെ ദേഷ്യം അവിടെ തീർത്തു. I wanted that jacket so much. എനിക്കത് കിട്ടണം, കിട്ടിയേ പറ്റുള്ളൂ. സ്കോളർഷിപ്പ് ജാക്കറ്റ്. It was more than just being a valedictorian. എനിക്ക് കേവലം ഒരു യാത്രയയപ്പ് നൽകി ഞാനാണ് സ്കൂളിലെ മികച്ച കുട്ടി എന്ന് പറഞ്ഞാൽ പോരാ. മോർ ദാൻ ദാറ്റ്, അതിനേക്കാൾ ഉപരി മൈ പേഴ്സണാലിറ്റി ഷുഡ് ബി അഡ്മിറ്റഡ്. എൻ്റെ വ്യക്തിത്വം എനിക്ക് സ്ഥാപിച്ച് കിട്ടണം. ഐ മേ ബി എ നിഗ്രോ, ഐ മേ ബി പുവർ. ഞാൻ നിഗ്രോ ആയിരിക്കാം, ഞാൻ പുവറായിരിക്കാം. എ ബ്ലാക്ക് ഗേൾ, ഒരു കറുത്ത കുട്ടിയായിരിക്കാം. ബട്ട് I have my own personality. എനിക്ക് എൻ്റെ വ്യക്തിത്വമുണ്ട്. I am powerful than all of the students of that school. ആ സ്കൂളിലെ, എൻ്റെ ടെക്സാസ് സ്കൂളിലെ ഏതൊരു കുട്ടിയേക്കാളും മികച്ച ബുദ്ധിയുള്ള കുട്ടിയാണ് ഞാൻ. I want to establish it. എനിക്കതവിടെ സ്ഥാപിക്കണം. I want it so much. എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ. I wanted that jacket so much. It was more than just being a valedictorian and giving a little thank you speech. ആ
സമ്മാനം കിട്ടിയിട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു പോരാൻ മാത്രമുള്ള ഒരു അവസ്ഥയല്ല അത്. അതിലുപരി ഓൺ ഗ്രാജുവേഷൻ നൈറ്റ് പോരാ, ഗ്രാജുവേഷൻ നൈറ്റ് എനിക്ക് സമ്മാനം കിട്ടി, സമ്മാനം തന്നതിനോട് നന്ദി പറഞ്ഞ് പോരാനുള്ള ദിവസമല്ലത്. ഇറ്റ് റെപ്രസെൻറ്റഡ് 8 years ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെക്റ്റേഷൻ. യെസ്, അത് കേവലം ഒരു കുപ്പായമല്ല, ഒരു കോട്ടല്ല. ഇറ്റ് ഈസ് not an overcoat at all. It is not a reward at all. It is not a gift at all. It is not a thanks saying effort. Allah. More than that, it is 8 years of continuous work, hard work. That means competing with the financially sound families, boys and girls. സാമ്പത്തിക ഭദ്രതയുള്ള വീടുകളിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും മത്സരിച്ച സാമ്പത്തിക ഭദ്രത ഒട്ടുമില്ലാത്ത കുട്ടി. ആൻഡ് കോമ്പീറ്റിംഗ് വിത്ത് വെൽത്തി ബ്രിട്ടീഷ് പീപ്പിൾ, ദാറ്റ് ഈസ് അമേരിക്കൻസ്, ദാറ്റ് ഈസ് ഇംഗ്ലീഷ് പീപ്പിൾ, ദാറ്റ് ഈസ് വൈറ്റ് പീപ്പിൾ. എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത്. ബ്രിട്ടീഷുകാരുണ്ടാവാം, കുടിയേറി പാർത്ത അമേരിക്കക്കാരാവാം, അവർ വെള്ളക്കാരാണ്, പണക്കാരാണ്. ആ പണക്കാരായ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ബുദ്ധി കൊണ്ട് മത്സരിച്ച് നേടിയതാണ്. ദിസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് മൈ എക്സ്പെക്റ്റേഷൻ. എൻ്റെ ഭാവിയുടെ, നാളെയുടെ ഫ്യൂച്ചേഴ്സ് എക്സ്പെക്റ്റേഷൻ, എൻ്റെ ഭാവിയുടെ പ്രതീക്ഷയാണത്. ഐ വാണ്ട് ഇറ്റ്. യെസ്, ഐ ഹാഡ് ടു ബി ഓണസ്റ്റ് വിത്ത് ഗ്രാൻഡ് പാ. പക്ഷേ എനിക്ക് മുത്തശ്ശനോട് സത്യസന്ധത പുലർത്തിയേ പറ്റുള്ളൂ. ഐ വോണ്ട് ടു സേ ഹിം. എനിക്ക് അദ്ദേഹത്തിനോട് പറയണം, ഇറ്റ് വാസ് മൈ ഓൺലി ചാൻസ് മുത്തശ്ശ, എനിക്കത് വേണം മുത്തശ്ശ, എൻ്റെ ഒരേ ഒരു അവസരമാണത്. ഹി സോ മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ്. എന്തായാലും മുത്തശ്ശൻ എന്നെ കണ്ടു, അദ്ദേഹം എന്നെ നോക്കി. ഹി വെയിറ്റഡ് ഫോർ മീ ടു സ്പീക്ക്. ഞാൻ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം കാത്തുനിന്നു. ഐ ക്ലിയർഡ് മൈ ത്രോട്ട്. ഞാൻ എൻ്റെ തൊണ്ട ശബ്ദം ശരിയാക്കി. നെർവസ്ലി അല്പം ഭയത്തോടെ. ആൻഡ് ക്ലാസ്പ്ഡ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ്. എൻ്റെ കൈ രണ്ടും പിറകിൽ കെട്ടി. കൈ വിറയ്ക്കുന്നുണ്ട്, ഷിവറി, സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒക്കെ തന്നെ. എൻ്റെ രണ്ട് കൈയും ഞാൻ പിറകിൽ കെട്ടി നിന്നു. ബിഹൈൻഡ് മൈ ബാക്ക് സോ ഹി വുഡ് നോട്ട് സീ ദം ഷേക്കിംഗ്. കണ്ടോ, അത് എൻ്റെ കൈ വിറയ്ക്കുന്നത് അദ്ദേഹം കാണരുത്. ഗ്രാൻഡ്പാ, ഐ ഹാവ് ബിഗ് ഫീവർ ടു ആസ്ക് യു. മുത്തശ്ശ, എനിക്ക് അങ്ങയോട് ഒരു വലിയ ആനുകൂല്യം ചോദിക്കാനുണ്ട്. ഐ സെഡ് ഇൻ സ്പാനിഷ്. ഞാൻ സ്പാനിഷ് ഭാഷയിലാണ് പറഞ്ഞത്. ദ ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ. ആൻഡ് ഷീ നോസ് ഇംഗ്ലീഷ്. അവൾക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അവൾ മുത്തശ്ശനോട് സംസാരിക്കുന്നത് സ്പാനിഷ് ഭാഷയിലാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരേ ഒരു ഭാഷ അതാണ്. നെക്സ്റ്റ് പേര. ഹി സ്റ്റിൽ വെയിറ്റഡ് സൈലൻ്റ്ലി. ഐ ട്രൈഡ് അഗെയിൻ. അദ്ദേഹം ഇപ്പോഴും ശാന്തനായി, നിശബ്ദനായി എൻ്റെ വാക്കുകൾക്ക് കാത്തിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഗ്രാൻഡ്പാ, ദിസ് ഇയർ ദ പ്രിൻസിപ്പൽ സെഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ. മുത്തശ്ശ, പ്രിൻസിപ്പൽ പറയാണ്, ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടുന്ന കുട്ടിക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കില്ല. അതിൻ്റെ തയ്ക്കാനുള്ള തുണിക്കുള്ള ചെലവ് ആ കുട്ടി വഹിക്കണമെന്ന്. ഇറ്റ്സ് ഗോയിങ് കോസ്റ്റ് $15. മുത്തശ്ശ, അതിന് $15 മൂല്യം വരും, വില വരും. ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമാറോ. മാത്രവുമല്ല, നാളെ തന്നെ ആ പണം കൊടുക്കണമെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. അതർവൈസ് അല്ലാത്ത പക്ഷം അതർവൈസ് ഇറ്റ് വിൽ ബി ഗിവൺ ടു someone else. അല്ലെങ്കിൽ അത് മറ്റാർക്കെങ്കിലും നൽകപ്പെടുമെന്ന്. ദ ലാസ്റ്റ് വേർഡ്സ് കെയിം ഔട്ട് ഇൻ ഈഗർ റഷ്. അവസാനത്തെ വാക്ക് അവൾ പറഞ്ഞു തീർത്തതാണ്. ആകാംക്ഷ കൊണ്ട്, ഈഗർനെസ് കൊണ്ട്, ആങ്സൈറ്റി കൊണ്ട് അവൾക്ക് പറയാൻ കിട്ടുന്നില്ല. ഗൻബ സ്ട്രെയിറ്റൻഡ് അപ്പ്. കുനിഞ്ഞു നിൽക്കുകയായിരുന്ന മുത്തശ്ശൻ നിവർന്നു. ഹി സ്ട്രെയിറ്റൻഡ് അപ്പ്.
അദ്ദേഹം നിവർന്നു നിന്നു. ടയേർഡ്ലി, ക്ഷീണിതനാണ് അദ്ദേഹം. ആൻഡ് ലീൻഡ് ഹിസ് ചിൻ ഓൺ ദ ഹൂ ഹാൻഡിൽ. ആ നീളൻ കാലുള്ള പടന്നയുടെ ആ പിടിയിൽ കാലിൽ അദ്ദേഹം താടി ചേർത്ത് വെച്ചിങ്ങനെ നിന്നു, എന്നെ നോക്കി നിന്നു. He leaned over the handle of that hoe. He looked out over the field. അദ്ദേഹം കുറച്ചു നേരം വയലിലേക്ക് നോക്കി നിന്നു. That was filled with the tiny green bean plants. ആ വയലിൽ നിറയെ ചെറിയ ചെറിയ പയർ ചെടികൾ വളർന്നു വരികയാണ്. I waited. ഞാൻ കാത്തിരുന്നു. ഡെസ്പറേറ്റ്ലി ഹോപ്പിംഗ്. അദ്ദേഹം ഇങ്ങനെ പറയണമേ എന്ന്, എനിക്ക് പണം തരാമെന്ന് പറയണമേ എന്ന്. ഐ കുഡ് ഹാവ് ദ മണി. യെസ്, പണം ഞാൻ തരാം മോളെ എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. ഹി ടേൺഡ് ടു മീ ആൻഡ് ആസ്ക്ഡ് ക്വയറ്റ്ലി. അദ്ദേഹം വളരെ ശാന്തനായിട്ട് എൻ്റെ നേരെ നോക്കി ചോദിച്ചു, വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? മോളെ, ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ വില കൊടുത്ത് വാങ്ങാൻ പോകുന്ന ഈ സാധനം, വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്? അതെന്താണെന്ന് മുത്തശ്ശനെ അറിയില്ല എന്ന് കരുതി ഐ ആൻസേർഡ് ക്വിക്ക്ലി. ഞാനതിൻ്റെ അർത്ഥം മുത്തശ്ശന് പറഞ്ഞു കൊടുത്തു. മേ ബി ദർ വാസ് എ ചാൻസ്. ഒരു പക്ഷേ ഉള്ള അവസരം നഷ്ടപ്പെടുത്തേണ്ട, മുത്തശ്ശൻ എനിക്കിത് വാങ്ങിത്തരും. ഇറ്റ് മീൻസ് യു ഹാവ് ഏൺഡ് ഇറ്റ് ബൈ ഹാവിങ് ദി ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years. മുത്തശ്ശ, 8 കൊല്ലക്കാലം തുടർച്ചയായിട്ട് നല്ല പഠനം കാഴ്ചവെച്ചതിന്, മികവ് നിലനിർത്തിയതിന്, എ ഗ്രേഡ്, എ സ്ട്രേറ്റ് A+ ഗ്രേഡ് 8 വർഷവും നേടിയതിനുള്ള അംഗീകാരമാണത്. ആ അംഗീകാരമായിട്ട് കുട്ടിക്ക് കൊടുക്കുന്നതാണത്. ദാറ്റ്സ് വൈ ദേ ആർ ഗിവിങ് ഇറ്റ് ടു യു. അതാണ്ടാണ് അത് ആർക്കാണോ അർഹതപ്പെട്ടത് അവർക്ക് കൊടുക്കുന്നത്. ദിസ് ഇയർ ഐ ഡിസേർവ് ഇറ്റ്. ഐ ആം ദി ഫസ്റ്റ് ഗ്രേഡഡ് വൺ. ഞാനാണ് ഏറ്റവും ഉയർന്ന ഗ്രേഡുള്ള കുട്ടി. അവിടെ എനിക്കാണത് കിട്ടേണ്ടത്. ടു ലേറ്റ് ഐ റിയലൈസ്ഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈ വേർഡ്സ്. പക്ഷേ ഞാൻ പറഞ്ഞത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നിയത് അല്പം കഴിഞ്ഞിട്ടാണ്. സിഗ്നിഫിക്കൻസ് മീൻസ് ഇമ്പോർട്ടൻസ്. സിഗ്നിഫിക്കൻസ് SIGNIFICANCE മീൻസ് ഇമ്പോർട്ടൻസ്. ഞാൻ പറഞ്ഞതിൻ്റെ പ്രാധാന്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മുത്തശ്ശൻ എന്നെ കൊണ്ട് പറയിച്ചതാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ സ്കോളർ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്? ആരാണ് സ്കോളർ? ധിഷണാശാലിയാണ്. എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്? അതൊരു ധിഷണാശാലിക്ക് കൊടുക്കുന്ന അംഗീകാരമാണ് സ്കോളർഷിപ്പ്. അതിന് പണമല്ലാതെ അതിന് അംഗീകാരമായിട്ട്, അടയാളമായിട്ട് കൊടുക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി, അല്ല, മുത്തശ്ശൻ അത് പറയിപ്പിക്കാൻ വേണ്ടിയാണ് എന്നോട് ചോദിച്ചതെന്ന്. Grandpa knew that I understood it was not a matter of money. ഇത് വെറും പണത്തിൻ്റെ കാര്യമല്ല. ഇറ്റ് വാസ് നോട്ട് എ മാറ്റർ ഓഫ് മണി. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് പേഴ്സൺ ആൻഡ് പേഴ്സണാലിറ്റി ആൻഡ് റെക്കഗ്നിഷൻ. ഇത് വ്യക്തിയുടെയും വ്യക്തിത്വത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും കാര്യമാണ്. ആൻഡ് ഐ ആം എ ബ്ലാക്ക് വൺ. I belong to the black group, and that black group is going to be rejected, ignored, avoided. ആ കറുത്ത വർഗത്തിനെ എങ്ങനെയെങ്കിലും അവഗണിക്കാനുള്ള, കൊടുക്കാതിരിക്കാനുള്ള വെളുത്ത വർഗക്കാരൻ അല്ലെങ്കിൽ വെളുത്ത വർഗക്കാരിക്ക് കൊടുക്കാനുള്ള തന്ത്രമാണിത്. ഇറ്റ് വാസ് ഇൻ ദാറ്റ്. അതുകൊണ്ട് പണമല്ല കാര്യം. He went back to hoeing the weeds. ഹൂയിങ് ദ വീഡ്സ്, പടന്നുകൊണ്ട് ആഞ്ഞു വയ്ക്കുക. അതായത് പുല്ലൊക്കെ, ഈ വീഡ്സൊക്കെ മാറ്റുക. അതാണ് വീഡ്സ് മീൻസ് കളകൾ. വീഡ് മീൻസ് ഗ്രാസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കള, വേണ്ടാത്ത പുല്ല്. അപ്പോൾ കളകൾ അദ്ദേഹം
വകഞ്ഞു മാറ്റുകയാണ്. ദാറ്റ് സ്പ്രാങ് അപ്പ് ബിറ്റ്വീൻ ദ ഡെലിക്കേറ്റ് ലിറ്റിൽ ബീൻ പ്ലാന്റ്സ്. നല്ല പയർ ചെടികൾക്കിടയിൽ വളർന്നു വരുന്ന കളകളെ മാറ്റുന്നതിനിടയിൽ അദ്ദേഹം എന്നെ നോക്കി. ഇറ്റ് വാസ് എ ടൈം കൺസ്യൂമിങ് ജോബ്. വളരെ നേരമെടുത്ത് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയാണത്. സംടൈംസ് ദ സ്മോൾ ഷൂട്ട്സ് വേർ റൈറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. ഒരു പക്ഷേ ഒന്ന് പടന്ന് തെറ്റിപ്പോയാൽ പയറിൻ്റെ തലപ്പ് ചെത്തിപ്പോകും. ഫൈനലി, ഒടുവിൽ, ഓപ്പോസിറ്റ് ഇനീഷ്യലി പഠിച്ച വാക്കാണ് ഫൈനൽ, ഓപ്പോസിറ്റ് ഇനീഷ്യൽ. ഫൈനലി he spoke again as I turned to leave crying. ഒന്നും പറയാതെ ആയപ്പോൾ, ഞാൻ കരഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ, തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ, when she turned her back, അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശൻ സംസാരിച്ചു. Then if you pay for it, മാർത്ത, മോളെ, നീയല്ലേ പറഞ്ഞത് അത് ധിഷണാശാലിക്കുള്ള അംഗീകാരമാണെന്ന്? അപ്പോൾ നീ അതിന് പണം കൊടുത്താലോ? ഇറ്റ് ഈസ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോഴത് വെറും ജാക്കറ്റല്ലേ, പണം കൊടുത്ത് വാങ്ങുന്ന കോമൺ ജാക്കറ്റ്. ഹൗ ഇറ്റ് മേ ബി, ക്യാൻ ബി, ഷുഡ് ബി ഓർ മസ്റ്റ് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്? ഇഫ് യു പേ ഫോർ ഇറ്റ്, ഹൗ ക്യാൻ ഇറ്റ് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്? മോളെ, സമ്മാനം ആരെങ്കിലും സ്വയം വില കൊടുത്ത് വാങ്ങുമോ? നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും. നമ്മൾ നമുക്കായിട്ട് ആരെങ്കിലും സമ്മാനം വില കൊടുത്ത് വാങ്ങുമോ? യു ആർ എലിജിബിൾ ഫോർ ഇറ്റ്. യു ആർ ദ ഡിസേർവിങ് വൺ. മോളെ, നീയാണ് അതിനർഹയായ കുട്ടി. ദേ മസ്റ്റ് പ്രൊവൈഡ് ഇറ്റ് ടു യു. അവർ അത് നിനക്ക് തരേണ്ടതാണ്. ആൻഡ് ഡോണ്ട് ബൈ ഇറ്റ് ഫോർ മണി. പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല. അങ്ങനെ പണം കൊടുത്ത് വാങ്ങിയാൽ കുട്ടി, ദെൻ ഇഫ് യു പേ ഫോർ ഇറ്റ്, മാർത്ത, ഇറ്റ് ഈസ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഈസ് ഇറ്റ്? ആണോ മോളെ? അങ്ങനെ ആവൂ? ടെൽ യുവർ പ്രിൻസിപ്പൽ. മോള് പോയിട്ട് പ്രിൻസിപ്പളോട് പറയൂ, ഐ വിൽ നോട്ട് പേ ദ $15. $15 പോയിട്ട് ഒരു പെന്നി പോലും അതിനു വേണ്ടി മുത്തശ്ശൻ തരില്ല എന്ന്. We don't want to buy it. നമുക്കത് വാങ്ങേണ്ട മോളെ. We have to get it. നമുക്ക് അർഹതപ്പെട്ടതാണ്, നമുക്കത് കിട്ടേണ്ടതാണ്. Here the grandpa is a very wise man. The life experience, and life itself is an experience. ജീവിതം തന്നെ അനുഭവമാണ്. ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. ജീവിത അനുഭവങ്ങൾ നല്ല ഗുരുവുമാണ്. ഹിയർ സച്ച് എ ക്യാരക്ടർ, നൈസ് ക്യാരക്ടർ ആൻഡ് വൈസ് ക്യാരക്ടർ. ഒരു നൈസ് ക്യാരക്ടറാണ് ഗ്രാൻഡ്പ, ഒരു വൈസ് ക്യാരക്ടറാണ്. ആ മുത്തശ്ശൻ സ്കൂളിൽ പോകാത്ത, അക്ഷരം പഠിക്കാത്ത, വയലിൽ പണിയെടുക്കുന്ന, പടന്നുകൊണ്ട് കിളയ്ക്കുന്ന ആ മുത്തശ്ശനറിയാം എന്താണ് സ്കോളർഷിപ്പ് എന്ന്. അതിൻ്റെ അർത്ഥം എന്തെന്ന് അറിയാഞ്ഞിട്ടല്ല, അത് അറിവുള്ള ഒന്നാം സ്ഥാനക്കാരിയായ കൊച്ചുമകളെ ഓർമ്മിപ്പിച്ചതാണ് അദ്ദേഹം. ദാറ്റ് മീൻസ് വെൻ യു ഡു സംതിങ് യു മസ്റ്റ് നോ ഇറ്റ്സ് മീനിങ്. മക്കളെ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം നാം എന്താണ് ചെയ്യുന്നതെന്ന്. ഇഫ് ഐ ടീച്ച്, ഐ ഷുഡ് നോ ഐ ആം ടീച്ചിങ് യു. ഇഫ് യു ലേൺ, യു ഷുഡ് നോ യു ആർ ലേണിങ്. പഠിപ്പിക്കുന്ന ആൾ അറിയണം പഠിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. പഠിക്കുന്ന ആൾ അറിയണം പഠിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. സ്കോളർ എന്ന ആൾ അറിഞ്ഞിരിക്കണം. സ്കോളറായ ആൾ പ്രത്യേകിച്ചും അറിഞ്ഞിരിക്കണം സ്കോളറിൻ്റെ മീനിങ് എന്താണെന്ന്, സ്കോളർഷിപ്പിൻ്റെ മീനിങ് എന്താണെന്ന്. അത് പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല എന്ന്. ദിസ് ഈസ് ദ ബെസ്റ്റ് ലെസൺ ദാറ്റ് ദ ഗ്രാൻഡ്പാ ടോട്ട് ദാറ്റ് ലിറ്റിൽ ചൈൽഡ്. ആ കൊച്ചുകുട്ടിയെ മുത്തശ്ശൻ പഠിപ്പിച്ച പാഠമാണത്. സ്കോളർഷിപ്പിൻ്റെ അർത്ഥം എന്താണെന്ന്. എൻഡ് ഓഫ് ദ 4th part and continue in the next class. Thank you.